കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 19. പ്രഥമ സർക്കാരിനെതിരെ പത്മവ്യൂഹം ചമച്ച പത്രങ്ങൾ. ഇന്നത്തെ പോലെ നൂറുകണക്കിന് വാർത്താ ചാനലുകളും അതിലേറെ ഓൺലൈൻ ചാനലുകളും മലയാളിയുടെ ഗൃഹാന്തരീക്ഷത്തെ മലീമസമാക്കുന്ന അന്തിച്ചർച്ചകളും വാക്പോരുകളുമില്ലാത്ത ഒരു നൂറ്റാണ്ട് മുൻപുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചിരുന്നത് പത്രമാധ്യമങ്ങളാണ്. ഇന്നും മലയാളിയുടെ പ്രഭാത ദിനചര്യകളുടെ പ്രധാന ഭാഗം പത്രപാരായണം തന്നെയാണ്. 1957 കേരളത്തിൻ്റെ പ്രഥമ സർക്കാരിനെ അട്ടിമറിക്കാൻ ജന്മികളും സവർണമാടമ്പികളും സർവോപരി കത്തോലിക്ക സഭയും ഗൂഢപരിശ്രമങ്ങളിൽ വ്യാപൃതരായിരുന്ന അക്കാലത്ത് അവർക്ക് പ്രചോദനമായി മലയാളക്കരയിലെ ഭൂരിഭാഗം പത്രമാധ്യമങ്ങളും സർക്കാരിനെതിരെ പത്മവ്യൂഹം ചമയ്ക്കാൻ മത്സരിക്കുകയായിരുന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്ന ദിവസം വിഷം കുടിച്ച് മരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പത്രമുതലാളിമാരും അന്ന് കേരളത്തിലുണ്ടായിരുന്നു. അത്തരക്കാരുടെ പത്രങ്ങളിൽ പ്രഥമഗണനീയ സ്ഥാനം വഹിച്ചിരുന്നത് മലയാള മനോരമയാണ്. 1888 കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ കമ്പനി സ്ഥാപിച്ചത്. 1890 മാർച്ച് 22 പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1904 വർഗീസ് മാപ്പിളയുടെ മരണത്തെ തുടർന്ന് സഹോദരപുത്രനായ ശ്രീ മാമ്മൻ മാപ്പിള പത്രത്തിൻ്റെ ചുമതലയേറ്റു. 1928 മനോരമ ഒരു സമ്പൂർണ്ണ ദിനപത്രമായി പുറത്തിറങ്ങാൻ തുടങ്ങി. 1931 മുതൽ 1938 വരെയുള്ള കാലത്ത് തിരുവിതാംകൂർ സർക്കാരിനെതിരെ നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലും ഉത്തരവാദ ഭരണത്തിനു വേണ്ടിയുള്ള സമരത്തിലും സജീവമായ പങ്കുവഹിച്ച മാമ്മൻ മാപ്പിളയും മനോരമയും ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കണ്ണിലെ കരടായി മാറി. 1938 സെപ്റ്റംബർ 9 മനോരമ നിരോധിക്കപ്പെട്ടു. ബാങ്ക് കേസിൽ പ്രതിയായ മാമ്മൻ മാപ്പിള പിന്നീട് ദീർഘകാലം തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു. 9 വർഷത്തിന് ശേഷമാണ് മലയാള മനോരമ പ്രസിദ്ധീകരണം പുനരാരംഭിച്ചത്. 1953 ശ്രീ മാമ്മൻ മാപ്പിള ദിവംഗതനായി. തുടർന്ന് മൂത്ത മകൻ ശ്രീ KM ചെറിയാൻ പത്രാധിപത്യം ഏറ്റെടുത്തു. കോട്ടയത്തെ കണ്ടത്തിൽ വീട്ടുകാരുടെ കുടുംബ സ്വത്തെന്ന നിലയിൽ ഇന്നും പ്രൗഢിയോടെ ജ്വലിച്ചു നിൽക്കുന്ന പത്രമുത്തശ്ശിയായ മനോരമയുടെ കമ്മ്യൂണിസ്റ്റ് വിരോധം ഇന്നും പൂർവാധികം ശക്തിയോടെ നിലനിൽക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴയ വൃത്താന്ത പത്രമാണ് നസ്രാണി ദീപിക. 1887 ഏപ്രിൽ 17 ആരംഭിച്ച ദീപിക മാന്നാനത്ത് നിന്ന് 1938 കോട്ടയത്തേക്ക് മാറ്റിയതോടെ പത്രത്തിൻ്റെ പേരിലെ നസ്രാണി എന്ന അനുബന്ധം മാറ്റിക്കളഞ്ഞു. എന്നാൽ പത്രധർമ്മത്തിൻ്റെ സ്ഥായീ ഭാവങ്ങളിൽ മാത്രം മാറ്റങ്ങളൊന്നുമുണ്ടായില്ല. മനോരമയെയും വെല്ലുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണമായിരുന്നു 1957 പ്രഥമ സർക്കാരിനെതിരെ ദീപിക നടത്തിയിരുന്നത്. 6 പേജിലും 8 കോളത്തിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കാളകൂടം വിളമ്പിയ മലയാളക്കരയിലെ ഏക പത്രം ദീപിക മാത്രമായിരുന്നു. കോൺഗ്രസിൻ്റെ മുഖപത്രമായിരുന്ന ദീനബന്ധുവോ മുസ്ലിം ലീഗിൻ്റെ ജിഹ്വയായ ചന്ദ്രികയോ പോലും ഇക്കാര്യത്തിൽ ദീപികയുടെ 7 അയലത്ത് പോലും വന്നില്ല. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക തവിട്ടുകുപ്പായക്കാരായ പാതിരിമാരുടെ നേതൃത്വത്തിൽ ഇന്നും പൂർവാധികം പ്രൗഢിയോടെ പ്രവർത്തിക്കുന്നു. കോട്ടയത്തെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമായിരുന്നു കേരള ഭൂഷണം. 1944 K. കുരുവിള ആരംഭിച്ച കേരള ഭൂഷണം പിന്നീട് കോട്ടയത്തെ തോട്ടമുടമയും പൗരമുഖ്യനുമായ ശ്രീ AV ജോർജ് ഏറ്റെടുത്തു. ദീർഘകാലം കോട്ടയം നഗരസഭാ പിതാവായിരുന്ന ശ്രീ AV ജോർജ് എണ്ണം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനും പിൽക്കാലത്ത് വിമോചന സമരത്തിൻ്റെ സൂത്രധാരനുമായി തീർന്നു. അക്കാലത്ത് കോട്ടയത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന 4ാമത്തെ പത്രം ദേശബന്ധുവായിരുന്നു. സമുദായ ആചാര്യനായ
ശ്രീ മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തിച്ചിരുന്ന ദേശബന്ധു നായർ സമുദായത്തിന്റെ മുഖപത്രമായിരുന്നു. കോട്ടയത്തെ വ്യവസായ പ്രമുഖനും സ്വരാജ് മോട്ടോഴ്സ് ഉടമയും സർവോപരി NSSന്റെ പ്രമുഖ നേതാവുമായിരുന്ന ശ്രീ KN ശങ്കുപിള്ളയായിരുന്നു ദേശബന്ധുവിന്റെ അമരക്കാരൻ. 1957 പ്രഥമ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവം പുലർത്തിയിരുന്ന ദേശബന്ധു പിന്നീട് വിമോചന സമരത്തിന്റെ പ്രധാന പ്രചാരകരായി മാറി. തലസ്ഥാന നഗരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ച പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ സർക്കാരിനെതിരെയുള്ള കുപ്രചരണങ്ങളിലൂടെ കേരള രാഷ്ട്രീയത്തെ മലീമസമാക്കി. ഇതിൽ കത്തിവേഷം കെട്ടി അരങ്ങ് തകർത്തത് PSPയുടെ മുഖപത്രമായ കേരള ജനതയായിരുന്നു. ശ്രീ പട്ടം താണുപിള്ളയുടെ ജാമാതാവായ പട്ടം കൃഷ്ണപിള്ളയായിരുന്നു കേരള ജനതയുടെ പത്രാധിപർ. 1957 വാർത്താമാധ്യമ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന 2 പത്രങ്ങൾ കൂടിയുണ്ടായിരുന്നു. ശ്രീ K കാർത്തികേയന്റെ പത്രാധിപത്യത്തിലുള്ള പൊതുജനവും ശ്രീ K ബാലകൃഷ്ണന്റെ കൗമുദിയും. 2 പത്രങ്ങളും രൂക്ഷമായ ശൈലിയിൽ സർക്കാരിനെ വിമർശിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ പലവട്ടം നിയമ നടപടികൾക്ക് വിധേയമായി. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാന പത്രം കേരള കൗമുദിയായിരുന്നു. 1911 മയ്യനാട്ടായിരുന്നു കേരള കൗമുദിയുടെ താരോദയം. പിന്നീടത് കൊല്ലത്തേക്ക് നീങ്ങി, ഒടുവിൽ തിരുവനന്തപുരത്തേക്കും. ഈഴവരാതി പിന്നാക്ക സമുദായങ്ങളുടെ ഉന്നമനത്തെ ലാക്കാക്കി ശ്രീ CV കുഞ്ഞിരാമൻ സ്ഥാപിച്ച കേരള കൗമുദി മകൻ K സുകുമാരന്റെ കാലത്താണ് ഔന്നത്യങ്ങളിലെത്തിയത്. 1952 മുതൽക്ക് തന്നെ കേരള കൗമുദി ഇടത്തോട്ട് ചാഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തോട് അനുഭാവം പ്രകടിപ്പിച്ച അപൂർവം പത്രങ്ങളിലൊന്നായിരുന്നു കേരള കൗമുദി. കേരള കൗമുദിയുടെ സാരഥികളിൽ ഒരാളായിരുന്ന ശ്രീ MK കുമാരൻ 1957 കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായി ചിറയൻകീഴിൽ നിന്നും മത്സരിച്ച് ലോകസഭാംഗമാകുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് നിന്നാണ് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ജനയുഗം പ്രസിദ്ധീകരിച്ചിരുന്നത്. 1947 ശ്രീ N ഗോപിനാഥൻ നായരുടെ പത്രാധിപത്യത്തിൽ വാരികയായി ആരംഭിച്ച ജനയുഗം 1953 ദിനപത്രമായി. ജനയുഗത്തെ കൂടാതെ കൊല്ലത്ത് നിന്നിറങ്ങിയിരുന്ന പത്രങ്ങളാണ് മലയാള രാജ്യം, പ്രഭാതം, ദിനമണി എന്നിവ. 3 തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജിഹ്വകളായിരുന്നു. 1930 ശ്രീ KG ശങ്കർ ആരംഭിച്ച മലയാള രാജ്യം ദേശീയ സമരപ്രചാരണവുമായാണ് രംഗത്ത് വന്നത്. സ്വന്തമായി റോട്ടറി പ്രസും പ്രോസസ് സ്റ്റുഡിയോയും ഉണ്ടായിരുന്ന കേരളത്തിലെ ആദ്യ പത്രമാണ് മലയാള രാജ്യം. റോയിറ്റർ, API തുടങ്ങിയ വിദേശ ഏജൻസികളുടെ സേവനവും മലയാള രാജ്യമെന്ന പത്രം ഉപയോഗപ്പെടുത്തിയിരുന്നു. KG ശങ്കർ പക്ഷാഘാതത്താൽ കിടപ്പിലായതോടെ പത്രം അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ KG പരമേശ്വരൻ പിള്ളയുടെ നിയന്ത്രണത്തിലായി. അതോടെ മലയാള രാജ്യം ചുവടുമാറ്റി ചവിട്ടാൻ തുടങ്ങി. 1932 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ നഖശിഖാന്തം എതിർത്ത മലയാള രാജ്യം CPയുടെ ഗസറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് അനുഭാവം പുലർത്തിയ മലയാള രാജ്യത്തിന് കമ്മ്യൂണിസ്റ്റ് വിരോധം കലശലായിരുന്നു. കൊല്ലത്തെ കശുവണ്ടി മുതലാളിമാരിൽ മുഖ്യനും തിരുവിതാംകൂർ മുസ്ലിം മജ്ലിസിന്റെ സ്ഥാപകനുമായിരുന്ന A തങ്ങൾകുഞ്ഞ് മുസ്ലിയാർ 1944 ആരംഭിച്ചതാണ് പ്രഭാതം. മുഹമ്മദ് അലി ജിന്നയുടെ ഡോൺ എന്ന പത്രത്തെയാണ് പേര് സൂചിപ്പിച്ചിരുന്നതെങ്കിലും തിരുവിതാംകൂർ ദിവാനായ സർ CPയെ വെറുപ്പിക്കാത്ത നിലപാടായിരുന്നു പ്രഭാതത്തിൻ്റേത്. മുസ്ലിയാരുടെ ഭാര്യ സഹോദരനായ ശ്രീ A റഹീം ദിവാൻ സർ CPയുടെ കുപ്രസിദ്ധമായ സ്വതന്ത്ര തിരുവിതാംകൂർ വിളംബരത്തിൻ്റെ കുഴലൂത്തുകാരനായിരുന്നു. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം വന്ന അധികം വൈകാതെ കൗശലക്കാരനും പ്രായോഗികവാദിയുമായ A റഹീം ബുദ്ധിപൂർവം കോൺഗ്രസ്സായി മാറുകയും 1954 പനമ്പിള്ളിയുടെ സർക്കാരിൽ
മന്ത്രിയാവുകയും ചെയ്തു. 1957 കൊല്ലത്ത് നിന്ന് ജയിച്ച് കേരളത്തിൻ്റെ പ്രഥമ നിയമസഭയിൽ കോൺഗ്രസ് MLA ആയ റഹീം പിന്നീട് പലവട്ടം കോൺഗ്രസുകാരനായി മത്സരിച്ച് ലോകസഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തൊക്കെയാണെങ്കിലും തങ്ങളുടെ അണ്ടിക്കമ്പനിയിലെ തൊഴിലാളികളുടെ തലതിരിച്ച് മുതലാളിമാരുടെ അന്നം മുട്ടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായ ഇബിലീസുകളോട് തങ്ങൾ മുസ്ലിയാരും അളിയനായ റഹീം സാഹിബും പ്രഭാതമെന്ന പത്രത്തിൻ്റെ സഹായത്തോടെ നിരന്തരമായി കലഹിച്ചുകൊണ്ടിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ സൂക്തിയെ മുദ്രാവാക്യമാക്കിക്കൊണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാവും പിൽക്കാലത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയുമായി തീർന്ന ശ്രീ R. ശങ്കറിൻ്റെ ഉടമസ്ഥതയിൽ 1954 ജൂൺ 7 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമായിരുന്നു ദിനമണി. എറണാകുളം പത്രങ്ങളെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകാരായിരുന്നു. 1951 വരാപ്പുഴ ആർച്ച് ബിഷപ്പിൻ്റെ അനുഗ്രഹാശിസുകളോടെ ആരംഭിച്ച ലത്തീൻ കത്തോലിക്കരുടെ പത്രമായ കേരള ടൈംസിനും ശ്രീ മത്തായി മാഞ്ഞൂരാൻ MLA ഉടമസ്ഥതയിൽ തുടക്കം കുറിച്ച കേരള പ്രകാശത്തിൻ്റെയും സർക്കുലേഷൻ കഷ്ടിയായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിലുള്ള വീറും വാശിയും അങ്ങേയറ്റം അതിരുകടന്നതായിരുന്നു. 1941 ജനുവരി 26 പ്രജാമണ്ഡലം നേതാവായ ശ്രീ VR. കൃഷ്ണൻ എഴുത്തച്ഛൻ സ്ഥാപക പത്രാധിപരും കോൺഗ്രസ് നേതാവ് ശ്രീ ഉദയഭാനു മുഖ്യപത്രാധിപരുമായി ആരംഭിച്ച ദീനബന്ധു സർക്കാർ നിരോധനങ്ങളെ മറികടന്ന് 1946 ജനുവരിയിൽ എറണാകുളത്ത് കുടിയേറിയത് തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വൃത്താന്ത പത്രമെന്ന നിലയിലാണ്. തൃശൂർക്കാരുടെ ന്യൂയോർക്ക് ടൈംസ് എന്ന് പാടിപ്പുകഴ്ത്തിയ എക്സ്പ്രസ് എന്ന മലയാള പത്രവും മുണ്ടശ്ശേരി മാസ്റ്ററുടെ നവജീവൻ എന്ന പത്രത്തിന് ബദലായി 1954 ഫാദർ ജോസഫ് വടക്കൻ ആരംഭിച്ച തൊഴിലാളി എന്ന ദിനപത്രവും തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പ്രതീകങ്ങളായിരുന്നു. 1932 മാർച്ച് 26 വാരികയായി തുടങ്ങിയ ചന്ദ്രിക 1938 മുസ്ലിം ലീഗിന്റെ മുഖപത്രമായി മാറുകയും 1946 പ്രസിദ്ധീകരണം കോഴിക്കോട് കേന്ദ്രമായി തുടരുകയും ചെയ്തു. കമ്മ്യൂണിസം ഹറാമായിരുന്ന ചന്ദ്രികയോടൊപ്പം പ്രസിദ്ധ വാഗ്മിയും ഗാന്ധിയനുമായിരുന്ന സുകുമാർ അഴീക്കോടിൻ്റെ കോഴിക്കോടൻ പത്രമായ ദിനപ്രഭയും കേരളത്തിലെ പ്രഥമ സർക്കാരിനെതിരെ സാഗര ഗർജനമുയർത്തി. സഖാവ് EMSന്റെ ഇല്ലം വിറ്റ് കിട്ടിയ തുകയും അത്താഴ പട്ടിണിക്കാരായ സഖാക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കാശും ചേർത്ത് 1942 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം തുടങ്ങിയ ദേശാഭിമാനി എന്ന വൃത്താന്തപത്രം 1957 പ്രഥമ സർക്കാരിനെ നിലനിർത്താൻ അഹോരാത്രം പണിയെടുത്തു. മാതൃഭൂമിയായിരുന്നു അക്കാലത്ത് പ്രധാന കോഴിക്കോടൻ പത്രം. ദേശീയ പ്രസ്ഥാനവുമായും മലബാറിലെ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി നാഭീനാള ബന്ധമുള്ളതാണ് മാതൃഭൂമിയുടെ ചരിത്രം. കോൺഗ്രസ് നേതാക്കളായ ശ്രീ KP കേശവമേനോൻ, ശ്രീ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ശ്രീ K. മാധവൻ നായർ, കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ശ്രീ K. കേളപ്പൻ തുടങ്ങിയവരായിരുന്നു മാതൃഭൂമിയുടെ സ്ഥാപക പിതാക്കന്മാർ. 1922 ഫെബ്രുവരിയിൽ മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി രജിസ്റ്റർ ചെയ്തു. 1923 മാർച്ച് 18 ആദ്യ പത്രം പുറത്തിറങ്ങി. ശ്രീ KP കേശവമേനോനായിരുന്നു സ്ഥാപക പത്രാധിപർ. ദേശീയവാദികളായ കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പത്രമായിരുന്നെങ്കിലും അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം പുലർത്താൻ മാതൃഭൂമി ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ അവരെ ഭരിക്കാൻ അനുവദിക്കരുതെന്ന് ദേശീയവാദികളെന്ന് മേനിനടിച്ച മുഴുവൻ പത്രങ്ങളും ആക്രോശിച്ചപ്പോൾ അതിന് വിപരീതമായിരുന്നു മാതൃഭൂമിയുടെ നിലപാട്. അതേ പത്രധർമ്മം
ഇന്നും പുലർത്തുന്ന മാതൃഭൂമിയാണ് യഥാർത്ഥ പത്രത്തിന്റെ ശക്തിയെന്ന് വായനക്കാരും തിരിച്ചറിയുന്നു.